ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു V4 വയൽ. V4 വയലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വയലിനും ബോയും നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ ഹോൾഡ് ചെയ്യാം എന്നതാണ്. ശരിയായ രീതിയിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല ടോണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഹോൾഡിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എങ്ങനെയാണ് വയലിനും ബോയും നന്നായിട്ട് പ്രോപ്പറായ രീതിയിൽ വെസ്റ്റേൺ മെത്തേഡിൽ ഹോൾഡ് ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പൊ നമുക്കിനി വീട്ടിലോട്ട് കിടക്കാം. കഴിഞ്ഞ ലെസണിൽ നമ്മൾ എന്ത് ചെയ്തു, വയലിന്റെയും ബോയുടെയും ഒക്കെ പാർട്സ് പഠിച്ചു. അപ്പൊ ഈ ലെസണിൽ നമ്മൾ എങ്ങനെയാണ് വയലിനും ബോയും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഈ പാട്ടിന് നമ്മൾ എൻ പിൻ എന്നാ പറയുന്നത് അല്ലെ. ഈ പാട്ടിൽ നമ്മൾ എൻ പിൻ എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വയലിന്റെ എൻ പിൻ, ഓക്കെ, ഈ എൻ പിൻ നമ്മുടെ നെക്കിന്റെ സൈഡിലായിട്ട് ടച്ച് ചെയ്യണം. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ വയലിന്റെ എൻ പിൻ നെക്കിന്റെ സൈഡിലായിട്ട് ടച്ച് ചെയ്യണം. നമുക്ക് എങ്ങനെയാണത് ഹോൾഡ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, എൻ പിന്ന് നെക്കിന്റെ സൈഡിൽ ടച്ച് ചെയ്യണം. ഓക്കെ, കണ്ടല്ലോ. ഇപ്പൊ വയലിപ്പോ സ്ട്രെയിറ്റ് ഇരിക്കുവാണ്. ഓക്കെ, വയലിൽ സ്ട്രെയിറ്റ് ഇരിക്കുവാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വയലിനെ റൈറ്റ് സൈഡിലോട്ട്, ഓക്കെ, റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ചരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഈ എൻ പിൻ നെക്കിന്റെ സൈഡിൽ ടച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, വയലിനെ ജസ്റ്റ് ഒന്ന് ചരിച്ചു. അപ്പൊ നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോഴത്തേക്കും വയലിങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ചരിക്കുമ്പോൾ എന്ത് ചെയ്യും, വയലിന്റെ പുറകിലത്തെ ഈ പാർട്ട്, ഈ ബോഡി നമ്മുടെ കോളർ ബോണിന്, ഓക്കെ, നമ്മുടെ ഈ കോളറിന് ഇവിടെ വരുന്ന ഈ ബോണിൽ, ഇവിടുത്തെ ഈ ബോണിൽ എന്ത് ചെയ്യും, ടച്ച് ചെയ്യും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നമ്മൾ വയലിൻ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ കോളർ ബോൺ, നമ്മുടെ ഈ പാർട്ടിലുള്ള ഈ ബോണും അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്നിന്റെ സൈഡിലത്തെ ബോണും യൂസ് ചെയ്തിട്ടാണ് വയലിൻ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ എൻ പിൻ നെക്കിന്റെ സൈഡിൽ ടച്ച് ചെയ്തു. എന്നിട്ട് നമ്മളിങ്ങനെ ചരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിലോട്ട് വയലിൻ ചരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, വയലിന്റെ ബോഡി ഈ ബോണിൽ ടച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ചരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ചിൻ റെസ്റ്റ് നമ്മുടെ ഇതിന്റെ സൈഡിലോട്ട്, ചിന്നിന്റെ സൈഡിലോട്ട് എന്ത് ചെയ്യും, എത്തും. അപ്പൊ നമ്മള് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു, എന്നിട്ട് ചരിച്ചു. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിനെ ചിൻറസ്റ്റ് എന്നാണ് വിളിക്കുന്നതെങ്കിലും എക്സാക്ട് ചിഹ്നം എന്ത് ചെയ്യുന്നില്ല, നമ്മള് ചിൻറസ്റ്റിന്റെ മുകളിലോട്ട് വെക്കുന്നില്ല. ചിന്നിന്റെ സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിൻറസ്റ്റിന്റെ മുകളിലോട്ട് വെക്കുന്നത്. ഇനി അതിൽ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, നമ്മുടെ ചിൻറസ്റ്റില് ഇതുപോലൊരു പാർട്ട് ഉണ്ടാവും അല്ലെ. നമുക്ക് പല തരത്തിലുള്ള ചിൻറസ്റ്റ് ഉണ്ട്. സാധാരണയായിട്ട് വെസ്റ്റേൺ വയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചിൻറസ്റ്റ് ഇത്തരത്തിലുള്ളതാണ്. ഈ സൈഡ് ബൾജ് ചെയ്ത് വരുന്ന തരത്തിലുള്ള ചിൻറസ്റ്റ് ആണ് നമ്മൾ വെസ്റ്റേൺ വയലിന് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ ഒരു പാർട്ടിന് നമ്മുടെ ഹോൾഡിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ, നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ പാർട്ട്, ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഈ പാർട്ട് നമ്മുടെ ഇതിനകത്തോട്ട്, ഓക്കെ, ഇവിടെ നമ്മുടെ ബോണാണ്, ഇതിനകത്തോട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ വച്ചാലുള്ള ഗുണം നമുക്ക് ഈസി ആയിട്ട് വയലിനെ ലോക്ക് ചെയ്യാം. അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. വയലിനെ അവിടെ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഈ എക്സാക്ട് ചിഹ്നല്ല ചിൻറസ്റ്റിന്റെ മുകളിലോട്ട് വയ്ക്കുന്നത്, ഈ സൈഡാണ് ചിൻറസ്റ്റിന്റെ ഈ ഒരു പാർട്ടിലായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത് ഈ ഒരു പാർട്ട് എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് എൽബോ ആണ്. നമ്മുടെ ലെഫ്റ്റ് എൽബോ എക്സാക്ട് ആയിട്ട് ഗ്രൗണ്ടിനെ പോയിന്റ് ചെയ്ത് നിൽക്കണം. നമ്മുടെ ഫ്ലോറിനെ പോയിന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എൽബോ ആയിരിക്കേണ്ടത്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മുടെ ഈ പാർട്ട്, നമ്മുടെ ഫോർ ആം, എൽബോ എന്ത് ചെയ്യണം, ഗ്രൗണ്ടിനെ പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് ആയിരിക്കേണ്ടത്. അപ്പൊ ഒരിക്കൽ കൂടെ നോക്കാം. എൻ പിൻ നമ്മുടെ നെക്കിന്റെ സൈഡിൽ ടച്ച് ചെയ്തു. ഓക്കെ, then എന്ത് ചെയ്യും, നമ്മൾ വയലിനെ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് ടിൽറ്റ് ചെയ്തു. ടിൽറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ചിൻറസ്റ്റ് ചിന്നിന്റെ സൈഡിലോട്ട് എത്തും. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മള് ഈ ചിന്നിന്റെ സൈഡും നമ്മുടെ ഈ കോളർ ബോൺ യൂസ് ചെയ്തിട്ടാണ് വയലിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഹോൾഡ് ചെയ്തിട്ട് എങ്ങനെ നമ്മുടെ കൈ വരാൻ, ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെയാണ് വരേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് ഓക്കെ സ്ട്രെയിറ്റ് ആയിരിക്കണം, ഈ ഫോറം സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് എൽബോ ഗ്രൗണ്ടിനെ പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് ഹോൾഡ് ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞല്ലോ ഈ നമ്മുടെ കോളർ ബോണും അതുപോലെ തന്നെ ചിന്നിന്റെ സൈഡിലുള്ള ഈ ബോണുമാണ് ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് പാർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വയലിനെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് കഴിയണം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഹോൾഡിങ്ങും ചെയ്യേണ്ടത് എന്താണ്, ഈ രണ്ട് പാർട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോളർ ബോണും നമ്മുടെ ചിന്നിന്റെ സൈഡിലത്തെ ബോണും വെച്ചിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുവാണ്, ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് സപ്പോർട്ടിങ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് സ്ലൈഡിങ്ങും അതോടെ തന്നെ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കറക്റ്റായ രീതിയിൽ ഹോൾഡ് ചെയ്ത് പഠിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് റിലീസ് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ കോളർ ബോണും ഈ സൈഡും മാത്രം യൂസ് ചെയ്ത് ഒന്ന് എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഈ ഒരു പാർട്ടിനെ നട്ട് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ്. ഈ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാർട്ടിനെ നട്ട് എന്നാണ് വിളിക്കുന്നത്. ഈ നട്ടിന്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ തമ്പും അതുപോലെ ഇൻഡെക്സ് ഫിംഗറും വരേണ്ടത്. ഈ നട്ടിന്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും വരേണ്ടത്. അപ്പൊ നിങ്ങളുടെ വയലിൽ നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും, നിങ്ങളുടെ തമ്പൊന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് ഈ പാർട്ടിൽ വയ്ക്കുവാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് കറക്റ്റ് അത് മാച്ച് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, തമ്പിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഈ സൈഡിൽ ഇങ്ങനെ. ഞാൻ വെസ്റ്റേൺ മെത്തേഡാണ് പറയുന്നത്. വെസ്റ്റേൺ മെത്തേഡിൽ വയലിൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ തമ്പ് ഫിംഗർ ബോർഡിന്റെ മുകളിലോട്ട് പോകാനായിട്ട് പാടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, തമ്പ് എങ്ങനെ വരേണ്ടേ, ഒരു ജസ്റ്റ് തമ്പ് ബെൻഡ് കൊടുക്കുക, ഈ ഒരു പൊസിഷനിലാണ് തമ്പ് വരേണ്ടത്. ശ്രദ്ധിക്കുക, നമ്മൾ തമ്പിന്റെ ഈ ഒരു ഭാഗമാണ് ഓക്കെ ടച്ച് ചെയ്യുന്ന, വയലിൽ ടച്ച് ചെയ്യുന്ന തമ്പിന്റെ ഈ ഒരു ഭാഗമാണ് വയലിൽ ടച്ച് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇൻഡെക്സ് ഫിംഗറിന്റെ ഈ ഒരു പാർട്ടാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഫിംഗറിന്റെ ഈ സൈഡും തമ്പിന്റെ ഈ സൈഡും യൂസ് ചെയ്തിട്ടാണ് വയലിൻ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, തമ്പിന്റെ സൈഡും ഇൻഡെക്സ് ഫിംഗറിന്റെ സൈഡും. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ തമ്പിന്റെ ഇൻഡെക്സ് ഫിംഗറിന്റെ ഇടയിൽ എന്തുണ്ട്, ചെറിയൊരു സ്പേസ് വിട്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും വയലിൻ ഇറക്കി ഇങ്ങനെ അല്ല വെക്കുന്നത്. വെസ്റ്റേൺ മെത്തേഡിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, വയലിനകത്തല്ല വെക്കുന്നത്, ജസ്റ്റ് ഒരു സ്പേസ് അവിടെ വിട്ടിട്ടാണ് വയലിൻ ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ വയലിൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റിസ്റ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ റിസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, വയലിൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ റിസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ബെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഹോൾഡിങ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ റിസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. എൻ പിൻ എന്ത് ചെയ്തു, നെക്കിന്റെ സൈഡിൽ ടച്ച് ചെയ്തു, വയലിൻ ടിൽറ്റ് ചെയ്തു, ചിൻഡസ്റ്റിന്റെ മുകളിലായിട്ട് നമ്മുടെ ചിന്നിന്റെ സൈഡ് ഈ ബോൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പാർട്ടിനെ നമ്മൾ ലോക്ക് ചെയ്തു. then എന്ത് ചെയ്തു, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സ്ട്രൈറ്റ് ആണ്, എൽബോ ഗ്രൗണ്ടിന്റെ പോയിന്റ് എന്ന രീതിയിൽ കൊണ്ടുവന്നു, റിസ്റ്റ് സ്ട്രൈറ്റ് ആക്കി വെച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എല്ലാ ഫിംഗേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന പോലെ ബെൻഡ് ചെയ്ത് വയ്ക്കണം. നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫിംഗേഴ്സ് ഇങ്ങനെ വച്ചിരിക്കാനായിട്ട് പാടില്ല. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു തെറ്റാണ് ഇത്. നമ്മൾ വായിക്കുമ്പോൾ എന്ത് ചെയ്യും, ഫിംഗേഴ്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും വായിക്കുമ്പോഴായാലും ജസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോഴും ഫിംഗേഴ്സ് മാക്സിമം ബെൻഡ് ചെയ്ത് തന്നെ വയ്ക്കാൻ ട്രൈ ചെയ്യുക. ഫിംഗർ ബോർഡിന്റെ മുകളിലോട്ടാണ്, ഫിംഗർ ബോർഡിന്റെ പുറത്തല്ല, ഫിംഗർ ബോർഡിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിർത്തിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വയലിൻ ഹോൾഡിങ് വലിയ കൂടെ ചെക്ക് ചെയ്യാം. വയലിന്റെ എൻ പിൻ എന്ത് ചെയ്തു, നമ്മുടെ നെക്കിന്റെ സൈഡിൽ ടച്ച് ചെയ്തു. ഓൾമോസ്റ്റ് 45 വരുന്ന രീതിയിലാണ് നമ്മൾ വയലിൻ എന്ത് ചെയ്തത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തു. ടിൽറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ചിൻഡസ്റ്റ് ഓൾമോസ്റ്റ് നമ്മുടെ ചിന്നിന്റെ സൈഡിനടുത്തെത്തി. ഇതിനെന്ത് ചെയ്തു, നമ്മുടെ ഫോർ ആം സ്ട്രെയിറ്റ് വെച്ചിട്ടുണ്ട്, എൽബോ ഗ്രൗണ്ടിന്റെ പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ്, റിസ്റ്റ് ഒരിക്കലും ബെൻഡ് ചെയ്യാൻ പാടില്ല, സ്ട്രെയിറ്റ് വെച്ചു. ഫിംഗേഴ്സ് എല്ലാം ഫിംഗർ ബോർഡിന്റെ മുകളിലോട്ട് ബെൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് പൊസിഷൻ പഠിക്കുന്ന സമയത്ത്
ഈ നട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്കായിട്ട് വയ്ക്കാം. നമ്മുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും ഈ നട്ടിന്റെ 2 സൈഡിലായിട്ടായിരിക്കണം നിൽക്കേണ്ടത്. അപ്പൊ ഇന്ന് നമുക്ക് ബോ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് ചെക്ക് ചെയ്യാം. ബോ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ബോ ലെഫ്റ്റ് ഹാൻഡിൽ തൽക്കാലത്തേക്ക് നിൽക്കുക. നമുക്ക് നമ്മൾ ബോ ഹോൾഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ ബോ എന്ത് ചെയ്യുക, ഇത്തരത്തില് ഈ പാർട്ട് ഫ്രോഗ് എന്നുള്ള ഈ പാർട്ട് ഫേസിന് മുന്നേ വരുന്ന രീതിയിൽ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ബോ ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഫിംഗേഴ്സ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൈ എന്ത് ചെയ്യുക, റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പൊക്കി നോക്കുക, എൽബോ ഉയർത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, റിസ്റ്റ് ബെൻഡ് ചെയ്ത് കൈ വയ്ക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണ്, ഈ ഐലറ്റിന്റെ മുകളിൽ നിങ്ങളുടെ റിംഗ് ഫിംഗർ പ്ലേസ് ചെയ്യുക. ഐലറ്റിന്റെ മുകളിലായിട്ട് നിങ്ങളുടെ റിംഗ് ഫിംഗർ പ്ലേസ് ചെയ്യുക. ദെൻ തമ്പ് എന്ത് ചെയ്യുക, തമ്പ് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു സ്പേസ് കണ്ടോ, നമ്മുടെ ഫ്രോഗും സ്റ്റിക്കും ആയിട്ട് ടച്ച് ചെയ്യുന്ന ഈ ഒരു പാർട്ട് ഒന്നുകിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തമ്പ് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു യു കർവ് പോലുള്ള ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ തമ്പ് പ്ലേസ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഞാൻ സാധാരണയായിട്ട് തമ്പ് വയ്ക്കുന്നത് ഈ ഒരു പാർട്ടിലാണ്, ഈ ഒരു പാർട്ടിലാണ് വെക്കുന്നത്. പക്ഷെ ഒത്തിരി പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാർട്ടിലും തമ്പ് വയ്ക്കുന്നുണ്ട്. സോ നമ്മുടെ തമ്പ് ബെൻഡ് ചെയ്യണം. തമ്പ് ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു പാർട്ടിലായിട്ട് പ്ലേസ് ചെയ്യണം, ഈ ഒരു പാർട്ടിലായിട്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും തമ്പ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ റിംഗ് ഫിംഗർ ഐലറ്റിന്റെ മുകളിൽ പ്ലേസ് ചെയ്തു, തമ്പ് ബെൻഡ് ചെയ്തിട്ട് ഈ ഫ്രോഗിന്റെ യു പോലുള്ള പാർട്ടിനകത്ത് വെച്ചു. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മിഡിൽ ഫിംഗർ എന്ത് ചെയ്തു, തമ്പിന് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും ഈ റിംഗ് ഫിംഗറിന് തൊട്ടടുത്തല്ല മിഡിൽ ഫിംഗർ വയ്ക്കുന്നത്. ഓക്കെ, കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, മിഡിൽ ഫിംഗർ പ്ലേസ് ചെയ്യുന്നത്. മിഡിൽ ഫിംഗർ തമ്പിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ദെൻ ഇൻഡെക്സ് ഫിംഗർ നമ്മൾ ഈ ഗ്രിപ്പിന്റെ മുകളിലായിട്ട് ആണ് വയ്ക്കുന്നത്. ഗ്രിപ്പിന് മുകളിലായിട്ട് ഇൻഡെക്സ് ഫിംഗറിന്റെ സൈഡാണ് നമ്മൾ ഗ്രിപ്പിന്റെ മുകളിൽ ടച്ച് ചെയ്യുന്നത്. സൈഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രിപ്പിന്റെ മുകളിൽ വരുന്നത്. അപ്പോൾ ഓരോ ഫിംഗറും കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ഓരോ ബോ സ്ട്രോക്കും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഹോൾഡിങ് നമ്മളെ ഒത്തിരി സഹായിക്കും. ഓരോ ഫിംഗറിനും എന്തുണ്ട്, ഓരോ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഹോൾഡിങ് കറക്റ്റ് ആയിരിക്കണം. സോ റിംഗ് ഫിംഗർ ഐലറ്റിന്റെ മുകളിൽ വെച്ചു, തമ്പ് യു കർവിൽ വെച്ചു, മിഡിൽ ഫിംഗർ തമ്പിന് ഓപ്പോസിറ്റ് വെച്ചു, ഇൻഡെക്സ് ഫിംഗർ ഈ ഗ്രിപ്പിന് മുകളിൽ വെച്ചു. നിങ്ങൾ ജസ്റ്റ് നോക്കി, ഞാൻ റിംഗ് ഫിംഗർ വെച്ചിട്ട് തമ്പും മിഡിൽ ഫിംഗറും അടുത്തടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, എൻ്റെ ഫിംഗേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ബെൻഡായി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബെൻഡ് ആയിട്ടുണ്ട്. ഇൻഡെക്സ് ഫിംഗർ ഗ്രിപ്പിന്റെ മുകളിൽ വെച്ചു. ഇനിയുള്ള നമ്മുടെ കുഞ്ഞു വിരലാണ്. സോ ലിറ്റിൽ ഫിംഗർ ഈ സ്റ്റിക്കിന്റെ മുകളിലായിട്ടാണ് വരേണ്ടത്. ഓക്കെ, സ്റ്റിക്കിന് മുകളിലായിട്ടാണ്, ഇതിന് മുകളിലായിട്ടാണ് വരേണ്ടത്. ഓക്കെ, ഒരിക്കലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. റിംഗ് ഫിംഗർ ഹൈലൈറ്റിന് മുകളിൽ വന്നു, തമ്പ് യു കർവിലാണ്, ജസ്റ്റ് യു കർവിൽ വെച്ചു. പിന്നെ എന്ത് ചെയ്തു, റിംഗ് ഫിംഗർ തമ്പിന് ഓപ്പോസിറ്റ് വെച്ചു, ഇൻഡെക്സ് ഫിംഗർ ഗ്രിപ്പിന്റെ മുകളിൽ വെച്ചു, കുഞ്ഞു വിരല് സ്റ്റിക്കിന്റെ മുകളിൽ വെച്ചു. ഇപ്പോഴും ശ്രദ്ധിക്കുക, എൽബോ ഉയർത്തി വെച്ചിട്ടുണ്ട്, റിസ്റ്റിന് ബെൻഡ് ഉണ്ട്. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ബോ ഹോൾഡിംഗ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ റിസ്റ്റ് ബെൻഡ് ആയിരിക്കണം, റിസ്റ്റ് ബെൻഡ് ചെയ്യണം, തമ്പ് ബെൻഡ് ചെയ്യണം, കുഞ്ഞു വിരല് എന്ത് ചെയ്യണം, കർവ് ചെയ്ത് ഈ പാർട്ടിലായിട്ട് സ്റ്റിക്കിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു മെയിൻ കാര്യം, നിങ്ങൾക്ക് നൽകാനുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ബോ ഹോൾഡ് ചെയ്യാനായാലും വയലിൻ ഹോൾഡ് ചെയ്യാനായാലും പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിലെ നഖം വളർന്നു നിൽപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. നിങ്ങളൊക്കെ വയലിൻ പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രോൺ നെയിൽസ് കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഹോൾഡിങ് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ ഹോൾഡ് ചെയ്യാൻ, ബോ ഹോൾഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ പ്രോപ്പറായ രീതിയിൽ ഫിംഗർ ടിപ്സ് സ്ട്രിങ്ങിന് മുകളിൽ ടച്ച് ചെയ്ത് വായിക്കാനും കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യും. അതുവരെ ബൈ ബൈ.